എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനോഹരമായ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും നിങ്ങളുമായി അല്പം സംസാരിക്കുവാനും സർവശക്തനായ ദൈവം ഇടവരുത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇന്ന് ലോകത്തിൽ കോടാനുകോടി ജനങ്ങൾ ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുന്നു. പലർ ധനികന്മാരായിരിക്കാം, പലർ ഇടത്തരത്തുകാരായിരിക്കാം, പലർ പാവപ്പെട്ടവരായിരിക്കും. ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്, ബുദ്ധിഭ്രമങ്ങളുള്ളവരുണ്ട്, വിശ്വാസികളുണ്ട്. എല്ലാവർക്കും ഒരു ചട്ട അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട് ഉണ്ട് എന്നുള്ളത് തങ്ങളുടെ ജീവിതം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുവാൻ, അല്ലെ തന്നെ കാണിക്കുവാൻ ഒരു ചട്ടക്കൂട് ഓരോ മനുഷ്യനുമുണ്ട്. അതാത് കാലഘട്ടങ്ങളിൽ അതാത് മനുഷ്യൻ അതാത് ജീവിത രീതിയിൽ അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിനിധിക്കുവാൻ, തന്നെ കാണിച്ചു കൊടുക്കുവാൻ ഒരാഭരണം തൻ്റെ ശരീരത്തിലുണ്ട്, അല്ലെ മനസ്സിലുണ്ട്, തൻ്റെ ബുദ്ധിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ആഭരണം? ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യൻ, അഹങ്കാരിയായ മനുഷ്യൻ, സ്നേഹസമ്പൂർണനായ മനുഷ്യൻ, പരാക്രമശാലിയായ മനുഷ്യൻ, നന്മ മാത്രം പ്രവർത്തിക്കുന്ന പുരോഹിതവർഗം, ജനങ്ങളെ മാത്രം സേവിക്കാൻ രംഗത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, ജനങ്ങളുടെ ഉന്നമനം, രാഷ്ട്രത്തിൻ്റെ ഉന്നമനം കാണുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ. പക്ഷെ അവർക്ക് ഒരു മൂടുപടം അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കണം. നന്മ പ്രവർത്തിക്കും, നന്മ പ്രസംഗിക്കും, നന്മ തന്നെ ആഗ്രഹിക്കും എന്നൊക്കെ പറയുമെങ്കിലും തിന്മ പ്രവർത്തിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മറ അവൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കുന്ന നല്ലതാണ്. ഈ ലോകത്തിലുള്ള സകലമാന ജീവജാലങ്ങൾക്കും, എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്, മനുഷ്യ ജീവിതത്തിന് ഉണ്ട്. രാഷ്ട്രീയ ഭരണകർത്താക്കളായിക്കോട്ടെ, മത പ്രവാചകന്മാരാകട്ടെ, മതശ്രേഷ്ഠന്മാരാകട്ടെ, പുരോഹിത വർഗമാകട്ടെ, പുരോഹിത ശ്രേഷ്ഠന്മാരാകട്ടെ, സന്യാസി വീരന്മാരാകട്ടെ, അതല്ല ഏത് തുറയിൽ ബിസിനസ് വീരന്മാരായിക്കോട്ടെ, തൻ്റെ പ്രമാണിത്വം ചെറിയവൻ മുതൽ വലിയവൻ വരെയും, വലിയവൻ മുതൽ ചെറിയവൻ വരെയും ഉറപ്പിക്കുവാൻ അവനെന്താണ് ചെയ്യുന്നത്? അവൻ്റെ നന്മ അവൻ മറച്ചു വെച്ചുകൊണ്ട് അവന് ദുഷ്ടത പ്രവർത്തിച്ചെടുക്കുവാൻ, നടപ്പിലാക്കുവാൻ അവൻ പരിശ്രമിക്കുന്ന ഒരു മഹാവിപത്ത് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തരവാദി ആരാണ്? ആരുമല്ല, അവൻ തന്നെയാണ്. സമൂഹമാണ്. അവൻ സമൂഹത്തിൽ അവനെ വളർത്തിക്കൊണ്ടുവരേണ്ട ജീവചര്യ ഉള്ളപ്പോൾ അവൻ്റെ സമൂഹം, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ കുടുംബം അവനെ തള്ളിക്കളയുന്നു. അവൻ അതിൽ നിന്ന് പാഠം പഠിക്കുന്നു. പാഠം പഠിച്ചതിന് ശേഷമായിട്ട് അവൻ നല്ലവനാണ് എന്ന് ചമഞ്ഞ് ദുഷ്ടതയുടെ മൂടുപടം അവനിട്ടുകൊണ്ട് അവൻ നല്ലവനായി തീരുവാനായിട്ട് പ്രവർത്തിക്കുന്ന എത്രയോ മഹാരഥന്മാരോ മനുഷ്യവർഗം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പുറംചട്ട അഴിച്ചു കളഞ്ഞ് സ്നേഹത്തിലും സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും ഈശ്വരവിശ്വാസത്തിലും ജനങ്ങളെ സേവിക്കാം, രാഷ്ട്രത്തെ സേവിക്കാം. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. നമുക്ക് നമ്മളെ മൂടുപടമല്ല, ചട്ടക്കൂട്ട്
അഴിച്ചു കളഞ്ഞു. യഥാർത്ഥ മനുഷ്യരായി ജീവിച്ച് ഈ ലോകത്തിലും വരും ലോകത്തിലും നന്മ ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് ജനങ്ങളെ സേവിച്ച് രാഷ്ട്രത്തെ സേവിച്ച് ജനനന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ സാമൂഹിക പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.